നമ്മുടെ ചാനലിൽ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, അത് പ്രത്യേകിച്ച് പെറ്റ്സിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ കൂടുതൽ പെറ്റ്സിന് വാങ്ങിക്കുന്നു. മറ്റേതൊരു കാലഘട്ടത്തിനെക്കാട്ടും കൂടുതലായിട്ട് പെറ്റ്സിനെ നമ്മുടെ വീട്ടിലൊരു അംഗമായി തന്നെ കണക്കാക്കുന്നു. പട്ടികളെയും പൂച്ചകളെയൊക്കെ കൊഞ്ചിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. സോ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇവർ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാരണമാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പ്രധാനമായിട്ടും മൃഗങ്ങളിൽ നിന്ന് വരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റും പറയണമെന്ന് തോന്നി. ഇന്നത്തെ വീഡിയോ മനുഷ്യരിൽ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. നമുക്ക് ഫിസിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. പെറ്റ്സ് നമ്മളെ കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആവാൻ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നടത്തത്തിന് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അവർ ഓടിക്കളിക്കുമ്പോൾ കൂടെ കളിക്കാൻ വിളിച്ചുകൊണ്ടായിരിക്കാം, ബോൾ ഇറങ്ങി തരാൻ പറഞ്ഞുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പെറ്റ്സ് നമ്മളതിനെ എപ്പോഴും ശല്യം ചെയ്തിട്ടെങ്കിലും ഫിസിക്കലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. പെറ്റ്സായി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയത്തും നമ്മുടെ ബ്ലഡ് പ്രഷർ ഗണ്യമായി കുറയാനും അതുവഴി നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പ്രായമായവരും കുറച്ചും കൂടെ ഫിസിക്കലി ആക്റ്റീവ് ആവാൻ പെറ്റ്സ് ഉള്ളത് സഹായിക്കും. മാത്രമല്ല അവർക്ക് നല്ലൊരു കമ്പാനിയൻഷിപ്പ്, അതായത് ഒരു കൂട്ട് നൽകാനും പെറ്റ്സിനെ കൊണ്ട് സാധിക്കും. ഇനി ചെറിയ കുട്ടികൾക്ക് ആസ്മ, അലർജി അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് പ്രതിരോധം ലഭിക്കാനും പെറ്റ്സിൻ്റെ കൂടെ കുട്ടിക്കാലത്ത് കളിക്കുന്നത് സഹായിക്കും. ഇതൊക്കെയാണ് പെറ്റ്സിനെ വളർത്തുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ബെനിഫിറ്റ്സ്. ഇനി മെൻ്റൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റ്സിനെക്കാട്ടും ഈ കാലത്ത് ഔട്ട്വേ ചെയ്യുന്ന ഒരു കാര്യമാണ് പെറ്റ്സ് നൽകുന്ന മെൻ്റൽ ബെനിഫിറ്റ്സ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, ലോൺലിനെസ്, ഇതിനൊക്കെ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ട് പെറ്റ്സിനെ വളർത്തുന്നതിന്. അവർ ജഡ്ജ് ചെയ്യാണ്ട് നൽകുന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധി തന്നെയാണ്. പെറ്റ്സായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഓക്സിറ്റോസിൻ ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആണ്. സന്തോഷവും ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇനി പെറ്റ്സായിട്ട് നമ്മൾ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി പാർക്ക് പോവുകയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂടാനും ഇത് ഒരു കാരണമാകും. പെറ്റ്സായിട്ട് പോകുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് ബാക്കിയുള്ളവർ നൽകുക. ഇനി ചെറിയ കുട്ടികളിലും ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിന് പെറ്റ്സിന് വലിയൊരു പങ്കുണ്ട്. സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ, അതുപോലെ എംപതി, സഹജീവികളോടുള്ള കരുണ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പെറ്റ്സ് കുഞ്ഞു കുട്ടികളെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ഫിസിക്കലി ആക്റ്റീവായി വെക്കാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനും പെറ്റ്സ് സഹായിക്കും. ചെറിയ കുട്ടികൾക്ക് പേടി, ഒറ്റപ്പെടൽ, ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനും പെറ്റ് ഡോഗും കാറ്റ്സും ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ഡെയിലി റൂട്ടീൻ ഉണ്ടാവാനും പെറ്റ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാകുന്നു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഡിപ്രഷൻ എന്നിവയ്ക്ക് തെറാപ്പി ഡോഗ്സിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോസിലും TV-യിലും ഒക്കെ ആയിട്ട് കാണാറുള്ളതാണ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേർക്ക് അവർക്ക് പേടിയില്ലെങ്കിൽ തെറാപ്പി ഡോഗ്സിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പെറ്റ്സിനെ കൊണ്ടുള്ള റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും ഉപാധികൾ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലൊരു പെറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഫിസിക്കൽ ബെനിഫിറ്റിനെയും മെൻ്റൽ വെൽബീയിങ്ങിനെയും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പെറ്റ്സിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.